പ്രിയമുള്ളവരെ, ഞാൻ ശ്രീകുമാർ. ഇന്ന് നമ്മളുടെ വീഡിയോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 2 ജനക്ഷേമ പദ്ധതികളെ പറ്റിയും ആ പദ്ധതിയിൽ അംഗമാകാനുള്ള മാനദണ്ഡങ്ങളെ കുറിച്ചുമാണ്. 1. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി. 2. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന 3.0. ഈ പദ്ധതിയെ കുറിച്ച് അറിവുള്ളവരും ഈ പദ്ധതിയിൽ അംഗമായവരും ഈ വീഡിയോ കാണണമെന്നില്ല. അർഹതപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. 2025 ഡിസംബർ 22-ാം തീയതി മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. ഇപ്പോഴും അപേക്ഷിക്കാം, എന്ന് വരെ അപേക്ഷിക്കാം എന്ന് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കെ സ്മാർട്ട് പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടത്. അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെന്റർ പോലുള്ള സേവാ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. എങ്ങനെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡും കേരളത്തിൽ സ്ഥിരമായി താമസമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുക. വിധവാ പെൻഷനിൽ തുടങ്ങി അവിവാഹിത, ഭിന്നശേഷി, സർവീസ്, EPF തുടങ്ങിയ ഏതെങ്കിലും ഒരു പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇത് മാത്രമല്ല മാനദണ്ഡം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി ചെയ്യുന്നവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അപേക്ഷ സമർപ്പിക്കുന്നവർ അപേക്ഷയോടൊപ്പം കുറച്ച് രേഖകൾ കൂടി നൽകേണ്ടതുണ്ട്. പ്രായം തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ്, SSLC അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകണം. ഈ സർട്ടിഫിക്കറ്റുകൾ ഒന്നുമില്ലാത്തവർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലത്തിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്ന രേഖയായി നൽകണം. ഇതോടൊപ്പം ആധാറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ചേർത്ത് സമർപ്പിക്കണം. നമ്മളിനി പറയാൻ പോകുന്നത് 2ാമത്തെ പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന 3.0. 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ഈ പദ്ധതി ഭാരതത്തിലെ 25 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷനും സ്റ്റൗവും നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന 3.0. 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. BPL കുടുംബങ്ങൾ, SC, ST, മത്സ്യത്തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ, മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിനുള്ള രേഖകൾ: അപേക്ഷകയുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. അടുത്തതായി റേഷൻ കാർഡ്. കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരുണ്ടായിരിക്കണം. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. വിലാസത്തിന്റെ തെളിവിനായി റേഷൻ കാർഡ്, വോട്ടർ ID, ആധാർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. അപേക്ഷകയുടെ കുടുംബത്തിൽ വേറെ ഗ്യാസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. സബ്സിഡി തുക ലഭിക്കുന്നതിനായി അപേക്ഷകയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകേണ്ടതാണ്. അതേപോലെ വീട്ടിൽ മറ്റൊരു LPG കണക്ഷൻ ഇല്ല എന്നുള്ള സ്വയം പ്രഖ്യാപിത ഫോം ഗ്യാസ് ഏജൻസിയിൽ നിന്നും വാങ്ങി പൂരിപ്പിച്ച് നൽകുക. അധിക രേഖകളായി വരുന്നത് SC, ST വരുമാന സർട്ടിഫിക്കറ്റുകളും, കുടിയേറ്റ തൊഴിലാളികളാണെങ്കിൽ തൊഴിൽ, താമസം എന്നിവ തെളിയിക്കുന്ന രേഖകളും സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അടുത്തുള്ള LPG ഏജൻസി വഴിയും മൈ LPG PMUY പോർട്ടൽ വഴിയും കൂടാതെ അടുത്തുള്ള അക്ഷയ, ജനസേവാ കേന്ദ്രങ്ങളിലും സമർപ്പിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.